ക്രൈസ്തവ സമൂഹത്തെ അവഹേളിക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ വർദ്ധിത ആവേശത്തോടെ അത് പ്രയോജനപ്പെടുത്തുന്ന വ്യക്തിയാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷെന്ന് പലപ്പോഴും വ്യക്തമായിട്ടുള്ളതാണ്. ക്രൈസ്തവ സന്യാസിനികളെ തരം താണ രീതിയിൽ അവഹേളിച്ച് കക്കുകളി എന്ന നാടകം തട്ടിലാടിയപ്പോൾ മുൻനിരയിലിരുന്ന് അത് ആസ്വദിച്ച് ക്രൈസ്തവ സന്യാസത്തെ അടച്ച് ആക്ഷേപിച്ച് ആ നാടകത്തെ അനുമോദിക്കുകയും അതിൻ്റെ പിന്നണിക്കാർക്ക് പാരിതോഷികം നൽകി അനുമോദിക്കുകയും ചെയ്തപ്പോഴും ഇംഗ്ലണ്ടിലെ പള്ളികൾ ബാറുകൾ ആക്കുന്നുവെന്ന് പ്രഘോഷിച്ചപ്പോഴും അത്തരമൊരു ആനന്ദം MV ഗോവിന്ദൻ്റെ മുഖത്ത് ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ അതേ ആവേശത്തോടെ തലശ്ശേരി ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ളാനിക്കെതിരെ അവഹേളനപരമായ പ്രസ്താവനകളുമായി MV ഗോവിന്ദൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. തലശ്ശേരിയിലെ NGO യൂണിയൻ ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിന് എത്തിയപ്പോഴാണ് MV ഗോവിന്ദൻ പാമ്പ്ളാനി പിതാവിനെ അങ്ങേയറ്റം താറടിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയത്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായപ്പോൾ പാമ്പ്ളാനി ഞെട്ടിയെന്നും അവസരവാദം ഇത്ര ശക്തിയായി പറയുന്ന വേറൊരാൾ ഇല്ല എന്നും അതുകൊണ്ടാണ് താൻ പാമ്പ്ളാനി എന്ന പേരെടുത്ത് പറയുന്നത് എന്നും ഇങ്ങനെയായാൽ ഞങ്ങൾക്ക് ആലോചിക്കേണ്ടി വരുമെന്ന് പ്രസ്താവിച്ചു എന്നും അവസാനം ജാമ്യം കിട്ടിയപ്പോൾ അമിത്ഷാ അടക്കമുള്ളവർക്ക് പാമ്പ്ളാനി സ്തുതിപാടിയെന്നും അച്ഛന്മാർ കേക്കും കൊണ്ട് RSSന്റെ ഓഫീസിലേക്ക് സോപ്പിടാൻ പോയെന്നും അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒഡീഷയിലെ അക്രമവിവരം അറിഞ്ഞെന്നും അതോടെ വീണ്ടും മാറ്റം തുടങ്ങിയെന്നും ഏതെങ്കിലും കാണുമ്പോൾ കേക്കും വാങ്ങിപ്പോയി പരിഹരിച്ച് കളയാമെന്ന് കരുതുന്ന ചിലരുടെ മാനസിക നില അല്ല ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു പാമ്പ്ളാനി പിതാവിനെതിരെ അപഹാസ്യമായ തരത്തിലുള്ള പരിഹാസങ്ങൾ MV ഗോവിന്ദൻ പുറത്തുവിട്ടത്. ഛത്തീസ്ഗഡ് കേസിൻ്റെ മെറിറ്റ് പരിശോധിക്കുന്ന ഏതൊരാൾക്കും വ്യക്തമാകുന്ന കാര്യമാണ് അത് വ്യാജ കേസാണ് എന്നത്. എന്നിട്ടും തിരുവസ്ത്രമിട്ട് 2 മലയാളികളായ കന്യാസ്ത്രീകൾ ജയിലിൽ കിടക്കുമ്പോൾ അവരെ പുറത്തിറക്കത്തക്ക നിലയിൽ പറയേണ്ട വാക്കുകൾ തന്നെയാണ് പാമ്പ്ളാനി പിതാവ് പറഞ്ഞിട്ടുള്ളത്. പാമ്പ്ളാനി പിതാവ് 2 കന്യാസ്ത്രീകൾ ചെയ്യാത്ത കുറ്റത്തിന് അഴിയെണ്ണുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ആലോചിക്കേണ്ടി വരുമെന്ന് പറഞ്ഞെങ്കിൽ ആ വാക്കുകൾ സഭയുടെ വികാരത്തിൻ്റെ ആകത്തുകയാണ്. അതുകൊണ്ട് തന്നെയാണ് BJP അത് മുഖവിലയ്ക്ക് എടുത്തത്. കേരളത്തിലെ BJP നേതാക്കന്മാരും കേന്ദ്രത്തിലെ ഭരണാധികാരികളും ദ്രുതഗതിയിൽ സന്യാസിനികളുടെ ജാമ്യ വിഷയത്തിൽ ഇടപെടാൻ പോകുന്ന സ്വാധീന ശക്തി പിതാവിൻ്റെ വാക്കുകൾക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് സഭ കരുതുന്നത്. ആ വാക്കുകളുടെ പുറത്ത് അമിത്ഷാ അടക്കമുള്ളവർ നടത്തിയ നീക്കത്തിൻ്റെ പുറത്ത് തന്നെയാണ് കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കാതിരുന്നത്. ചില തലപ്പാവണിഞ്ഞവർ വിറപ്പിക്കുമ്പോൾ അനുസരിക്കുന്ന പാർട്ടി അധ്യക്ഷന് പാമ്പ്ളാനി പിതാവിൻ്റെ പ്രസ്താവന മാത്രം അസ്വസ്ഥമായി തോന്നിയതിന് ക്രൈസ്തവ സഭകൾ ഉത്തരവാദിയല്ല എന്ന് ഓർത്തിരിക്കുക. പിന്നെ സന്യാസിനികൾ ജാമ്യം നേടി പുറത്തെത്തിയപ്പോൾ പിതാവ് കേരളത്തിലെയും കേന്ദ്രത്തിലെയും BJP നേതാക്കന്മാർക്ക് നന്ദി പറഞ്ഞു. കർത്താവിനെ അല്ലാതെ ആരെയും സ്തുതിക്കുന്നവരല്ല സഭാപിതാക്കന്മാർ. കന്യാസ്ത്രീകളുടെ ജാമ്യത്തിന് വേണ്ടി ഇടപെട്ടത് ആരൊക്കെയാണെന്നും എത്രയും കൂടുതൽ ദിവസങ്ങൾ കന്യാസ്ത്രീകൾ അകത്ത് കിടന്നാലും ആയതിൽ സന്തോഷിച്ചുകൊണ്ട് അത് കേന്ദ്ര സർക്കാരിനെതിരെ അടിക്കാനുള്ള വടിയായി കണ്ട് പ്രതിഷേധിച്ചവരുടെ ആത്മാർത്ഥത എത്രത്തോളം ആയിരുന്നു എന്നും ക്രൈസ്തവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അതിനാൽ നന്ദി അർഹിച്ചവർക്ക് നന്ദിയും അല്ലാത്തവരോട് സ്നേഹവും അറിയിക്കുകയാണ് പിതാക്കന്മാർ ചെയ്തത്. സന്യാസിനിമാരെ പുറത്തിറക്കാൻ പ്രയത്നിച്ചവർക്ക് നന്ദി പറയുന്നതിന് പകരം കളി കണ്ടു നിന്ന MV ഗോവിന്ദന് നന്ദി പറഞ്ഞാൽ അതാകില്ലേ ലക്ഷണമൊത്ത അവസരവാദം. അതാണ് അവസരവാദം. പിന്നെ MV ഗോവിന്ദൻ താറടിക്കാൻ പറഞ്ഞതാണ് എങ്കിലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, കത്തോലിക്ക സഭയിലെ ഒരു പുരോഹിതന്മാരും കേക്കും കൊണ്ട് RSS കാര്യാലയത്തിലേക്ക് പോയിട്ടില്ല. പിന്നെ സന്യാസിനികൾ ജാമ്യം നേടി പുറത്തിറങ്ങിയതിൻ്റെ ക്രെഡിറ്റ് വസൂലാക്കാൻ അവസരവാദികളായ രാഷ്ട്രീയക്കാർ കടിപിടി കൂടിയപ്പോൾ അതിൻ്റെ കൂടി വ്യക്തത വരുത്തിയത് പിതാവിൻ്റെ വാക്കുകൾ തന്നെയാണ്. സഭാപിതാക്കന്മാർ വിമർശനങ്ങൾക്ക് അതീതരൊന്നുമല്ല. സഭ പ്രതിസന്ധിയിലാകുമ്പോൾ പറയേണ്ടത് എന്താണെന്ന് പിതാക്കന്മാർക്ക് വളരെ നന്നായിട്ട് അറിയാം. AKG സെൻറ്ററിൽ നിന്നുള്ള തിട്ടൂരങ്ങൾക്കൊത്ത് സംസാരിക്കാനല്ല സഭാപിതാക്കന്മാർ അവിടെ ഇരിക്കുന്നത് എന്നുള്ളത് MV ഗോവിന്ദൻ മാഷ് അടക്കമുള്ളവർ ഓർത്തിരിക്കുക. ഗോവിന്ദൻ മാഷിനുള്ള വ്യക്തമായ മറുപടി കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി ഡയറക്ടറായ ഫാദർ ഫിലിപ്പ് ഗവിയിൽ നൽകിയിട്ടുണ്ട്. എന്നാലും പറയുകയാണ്, ഏത് രീതിയിലും വളയുന്ന നട്ടലുമായി അവസരവാദ രാഷ്ട്രീയം കളിക്കുന്നത് ആരാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ നന്നായിട്ടറിയാം. രാഷ്ട്രീയ ഗോതയിലെ രക്ഷകന്മാരെ തിരിച്ചറിഞ്ഞ് മെയ്വഴക്കത്തോടെ മലക്കം മറിഞ്ഞ് അവരുടെ നിഴലിൽ ചവിട്ടി നിന്ന് രാഷ്ട്രീയം പയറ്റുന്നതും ഗ്രൂപ്പ് യുദ്ധം ഉറങ്ങുമ്പോൾ വരുംകാല നേതാവ് ആരെന്ന് മുൻകൂട്ടി അറിഞ്ഞ് അയാൾക്ക് വാഴ്ത്തുപാട്ട് പാടി അവസരം കാത്തു നിൽക്കുന്ന കൗടില്യ ബുദ്ധിയും ആർക്കാണ് വഴങ്ങുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ സ്വയം ഒന്ന് ആത്മപരിശോധന നടത്തി നോക്കിയാൽ തന്നെ മതി. വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല, വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. പാമ്പ്ളാനി പിതാവിന് ജർമ്മനിയിലെ ലൂതറൻ സഭ പാസ്റ്ററായിരുന്ന നിയോ മുള്ളറുടെ ഗതി വരുമെന്ന് പ്രസ്താവിച്ച VK സനോജിൻ്റെ പ്രസ്താവനയും അപലപനീയമാണ്. കാരണം ഒരു പാർട്ടിയെയും
സദാകാലത്തേക്കും പിന്തുണയ്ക്കാമെന്ന് ക്രൈസ്തവർ ആർക്കും ഉഭയസമ്മതം നൽകിയിട്ടില്ല, കൊടുത്തിട്ടില്ല. സഭയെ പരിഗണിക്കുന്നവരെ തിരിച്ചും പരിഗണിക്കും. മറിച്ചാണ് സംഭവിക്കുന്നത് എങ്കിൽ പാമ്പ്ളാനി പിതാവ് പറഞ്ഞതുപോലെ ആലോചിക്കേണ്ടതായി വരും, അതാരാണെങ്കിലും. പിന്നെ ജർമ്മനിയിൽ ഹിറ്റ്ലർ പീഡിപ്പിച്ചതിനേക്കാൾ കൂടുതൽ ജർമ്മൻ ക്രൈസ്തവരെ പീഡിപ്പിച്ചത് അവിടെ പിന്നീടെത്തിയ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന കാര്യം സാന്ദർഭികമായി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അർഹതപ്പെട്ട അവകാശങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിന്നും ക്രൈസ്തവരെ സൈഡാക്കാമെന്നോ ആജ്ഞകളുടെ വാറോലകൾ ഇറക്കി ഭയപ്പെടുത്താമെന്നോ ഒരുത്തരും കരുതേണ്ട. ക്രൈസ്തവ സമൂഹത്തോടുള്ള MV ഗോവിന്ദൻ മാഷിൻ്റെ പ്രതിപത്തി ആത്മാർത്ഥമാണെങ്കിൽ നിങ്ങൾ തന്നെ കമ്മീഷനെ വെച്ചുണ്ടാക്കിയ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ട് അത് നടപ്പിലാക്കി കാണിക്കുക. എങ്കിൽ നന്ദി പറയാൻ നിങ്ങൾ ആക്ഷേപിച്ച പിതാവ് തന്നെ മുൻനിരയിലുണ്ടാകും. പിതാക്കന്മാർക്കെതിരെ തിട്ടൂരം പുറപ്പെടുവിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറിക്ക് സീറോ മലബാർ സഭയോ മറ്റ് ക്രൈസ്തവ സഭകളോ യാതൊരു അധികാരവും നൽകിയിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ MV ഗോവിന്ദൻ മാഷിന്റെ തിട്ടൂരം തട്ടിക്കളയുന്നു എന്നും ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. ഗോവിന്ദൻ മാഷ് ആ തിട്ടൂരം സ്വന്തം പാർട്ടി അടിമകളുടെ അടുത്ത് എടുത്താൽ മതി, മറ്റുള്ളവരുടെ അടുത്തേക്ക് എടുക്കാൻ നിൽക്കരുത്.